എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 74 ഇന്ന് ആരംഭിക്കുന്നു. ഈ 74ാമത്തെ അധ്യായത്തിലാണ് ധർമ്മപുത്ര മഹാരാജാവ് വിശിഷ്ടമായിട്ടുള്ള രാജസൂയം എന്ന യാഗത്തില് അഗ്രാസനത്തിലിരുത്തി ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്ന ആ ഭക്തി നിർഭരമായ രംഗം. അങ്ങനെ ജരാസന്ധനെ വധിച്ചു എന്ന് ഭീമസേനനും അർജുനനും ഭഗവാനും കൂടി വന്ന് ധർമ്മപുത്രരോട് പറഞ്ഞപ്പോൾ ആനന്ദാശ്രു തൂകിക്കൊണ്ട് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു, ഹേ ഭക്തവത്സല, ത്രിലോക ഗുരുക്കന്മാരായ ദേവദേവന്മാര് പോലും അവിടുത്തെ അജ്ഞാനുവർത്തികളായി നിൽക്കുന്നു. അങ്ങനെയുള്ള അവിടുന്ന് അജ്ഞനായ അടിയന്റെ അജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്നത് അത്യത്ഭുതം തന്നെ. അവിടുത്തെ ഭക്തവാത്സല്യം മാത്രമാണ് ഇതിന് കാരണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭഗവാനെ എങ്ങനെ സ്തുതിച്ച് പിന്നെതാ ഭഗവാന്റെ ആജ്ഞപ്രകാരം യജ്ഞം ആരംഭിച്ചു. ധർമ്മപുത്രരുടെ ക്ഷണമനുസരിച്ച് രാജാക്കന്മാരെല്ലാം കാഴ്ചദ്രവ്യങ്ങളൊക്കെ ആയിട്ട് വന്നു ചേർന്നു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാര് അനവധി കണക്കില്ലാണ്ട് വന്നു ചേർന്നു. വന്നവരെല്ലാം ചക്രവർത്തി യഥോചിതം സൽക്കരിച്ച് താമസിപ്പിച്ചു. ധൃതരാഷ്ട്രര്, ഭീഷ്മര്, ദ്രോണര് മുതലായവരെയൊക്കെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തി മാനിച്ചു. വ്യാസനെ ആചാര്യനായും ഭരദ്വാജൻ തുടങ്ങിയവരെ ഋത്വിക്കുകളായും ഭരിച്ചു. സ്വർണം കൊണ്ടുള്ള കലപ്പ കൊണ്ടാണ് ആ യാഗഭൂമി ഉഴുത്. അങ്ങനെയാണ് ഇത്ര രാജസൂയം നടത്തുമ്പോൾ ആ സ്വർണം കൊണ്ടുള്ള കലപ്പ കൊണ്ട് ആ യാഗഭൂമിയൊക്കെ ഉഴുത് ശുദ്ധി വരുത്തി ശാല കെട്ടി യാഗം ആരംഭിച്ചു. ഗുരുക്കന്മാരായവരെ ശുശ്രൂഷിക്കുന്ന ചുമതല അർജുനെ ഏൽപ്പിച്ചു. ഭക്ഷണത്തിന്റെ മേലാധികാരിയായിട്ട് ഭീമസേനെ നിയമിച്ചു. ദാനത്തിന്റെ മേലാധികാരിയായിട്ട് കർണനെയും നിശ്ചയിച്ചു. പൂജയ്ക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഭാരം സഹദേവനെയും കാല് കഴുകിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാനെയും തീരുമാനിച്ചു. പാഞ്ചാല, കോസല, കേകയ രാജാക്കന്മാരും ജരാസന്ധന്റെ ജയിലിൽ നിന്ന് മോചനം കിട്ടി വന്ന ആ രാജാക്കന്മാരും ധർമ്മപുത്രരോടുള്ള സൗഹൃദത്താലും ശ്രീകൃഷ്ണനിലുള്ള ഭക്തിയാലും ദാസന്മാരെ പോലെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും തയ്യാറായിട്ട് നിന്നു. വിളമ്പുക, വീശുക, വഴികാട്ടുക, വിറക് വെട്ടുക, ഇലയെടുക്കുക തുടങ്ങിയ ജോലിക്കും കൂടി ആ രാജാക്കന്മാര് തയ്യാറായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ രാജസൂയ യജ്ഞം ഏത് ഭാഗം കൊണ്ടും വളരെ ഗംഭീരമായി തന്നെ ഓരോ ദിവസവും നടന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അപാര കരുണ തന്നെയാണ് ഇതിനെല്ലാം പ്രധാന കാരണം. ദേവന്മാർക്ക് പോലും ഇങ്ങനെ ഒരു യജ്ഞം നടത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അഗ്രപൂജയുടെ ദിവസമായി. ഏറ്റവും പ്രധാനമായ ആ പൂജയ്ക്ക് ആളെ തിരഞ്ഞെടുക്കണം. അതിനായിട്ട് ഒരു സഭ വിളിച്ചുകൂട്ടി ആ സഭയിൽ വെച്ചിട്ട് സഹദേവൻ അങ്ങനെ പറഞ്ഞു, മഹാജനങ്ങളെ, ഈ സഭയിൽ സന്നിഹിതരായ എല്ലാവരും പരമയോഗ്യന്മാരും പൂജയ്ക്ക് അർഹിക്കുന്നവരുമാണ്. എന്നാൽ സർവജ്ഞനും സർവാത്മാവുമായ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചാൽ എല്ലാവരെയും പൂജിച്ചതായ ഫലം കിട്ടുമല്ലോ. വൃക്ഷത്തിന്റെ കടയ്ക്ക് വെള്ളം വീഴ്ത്തിയാൽ എല്ലാ കൊമ്പുകളിലും എത്തുന്നത് പോലെ. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അഗ്രാസനത്തിലിരുത്തി പൂജിക്കണമെന്നാണ് ഞങ്ങൾ മോഹിക്കണത്. സഹദേവൻ ഇങ്ങനെ പറഞ്ഞപ്പോ സഭാവാസികളെല്ലാം ആ അഭിപ്രായത്തെ വളരെ പ്രശംസിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് അഗ്രാസനത്തിലിരുത്തി പൂജിക്കേണ്ടതെന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞു. അങ്ങനെ സഭയില് അഗ്രപൂജയ്ക്കായിട്ട് പ്രത്യേകം അലങ്കരിച്ചൊരുക്കി മണ്ഡപത്തില് ചക്രവർത്തി അഗ്രപൂജ ചെയ്യുവാൻ ആചാര്യനോടും ബന്ധുക്കളോടും കൂടി അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ജനസമുദ്രമാണ് അവിടെ. അങ്ങനെ ആ സഭ അങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. അഗ്രപൂജയ്ക്കായി ഭഗവാനെ രത്നസിംഹാസനത്തില് ക്ഷണിച്ചു വരുത്തി ഭക്തോത്തമനായ ധർമ്മനന്ദനൻ ആനന്ദ അശ്രുക്കളോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ കഴുകിച്ചു. പാദതീർത്ഥം സകുടുംബം ശിരസിൽ തളിച്ചു. ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപ നൈവേദ്യങ്ങളെ കൊണ്ട് വിസ്താരമായി പൂജിച്ച് സുവർണ രത്നാദികൾ ഭഗവാന്റെ തൃക്കൈയില് ദാനം ചെയ്തു. എല്ലാവരും ദണ്ഡ നമസ്കാരം ചെയ്തു. ഈ സമയം ഒരാൾക്ക് മാത്രം ഇത് ഒട്ടും കൂടി സഹിച്ചില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ അഗ്രാസനത്തിലിരുത്ത് പൂജിച്ചത് ശിശുപാലൻ. ബാക്കിയുള്ളവരൊക്കെ ദേവന്മാര് ദേവലോകത്തിലിരുന്ന് വാദ്യഘോഷങ്ങൾ മുഴക്കി, മനുഷ്യര് ഭൂമിയില് വാദ്യഘോഷങ്ങളും മുഴക്കി. ജയ ജയാ ജയ ജയാ ജയ ജയാ ശബ്ദം, ശംഖനാദവും അവിടെ എല്ലാം അങ്ങോട്ട് മുഴങ്ങി. ദേവന്മാര് പുഷ്പവർഷം ചെയ്തു. ജനങ്ങളെല്ലാം അത്യാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ചേതി രാജാവായ ശിശുപാലൻ ഒക്കെ അങ്ങോട്ട് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ
ആ സഭയിൽ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് 2 കൈകൾ അങ്ങോട്ട് പൊക്കി പിടിച്ച ഉച്ചത്തില് ഭഗവാന്റെ ദോഷങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഭഗവാനെ പറ്റി ദോഷങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. ഭഗവാൻ അത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇതൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ടുകൊണ്ടിരുന്നു. കുറുക്കൻ ഒരേട്ട സിംഹം ഭയപ്പെടും, അതുപോലെ അങ്ങനെ 100 അപരാധങ്ങൾ പറഞ്ഞു തീർന്നതോടുകൂടി ഭഗവാൻ സുദർശന ചക്രത്താൽ ആ ശിശുപാലന്റെ കഴുത്തറുത്തു. ആ ശിശുപാലന്റെ ദേഹത്തിൽ നിന്നും പുറപ്പെട്ട ഒരു ദിവ്യ തേജസ് എല്ലാവരും കാണുക ആ ഭഗവത് സ്വരൂപത്തിൽ ലയിക്കുകയും ചെയ്തു. എല്ലാവരും കണ്ടു ശിശുപാലന്റെ ദേഹത്തിൽ നിന്നും ഒരു തേജസ് പുറപ്പെടുന്നതും അത് ഭഗവാന്റെ ശരീരത്തിൽ അങ്ങനെ ലയിക്കുന്നതും. എല്ലാവരും അത്ഭുത സ്തബ്ധരായി. സനകാദികളാണ് ശപിച്ചത്. സനകാദികളുടെ ശാപം കൊണ്ട് 3 ജന്മം ജനിക്കേണ്ടതായി വന്ന തന്റെ പാർഷദന് മോക്ഷം കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. പിന്നീട് അവഭൃത സ്നാനത്തോടു കൂടി യാഗം ഗംഭീരമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. യാഗത്തിന്റെ മഹാത്മ്യത്തെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും പാണ്ഡവന്മാരുടെ ഭക്തിയെയും പ്രശംസിച്ചുകൊണ്ട് എല്ലാവരും അതാത് ദിക്കിലേക്ക് മടങ്ങി. ഒരാൾക്ക് മാത്രം ഇതൊന്നും കണ്ടിട്ട് സഹിച്ചില്ല. അസൂയ കൊണ്ട് ഇങ്ങനെ മനസ്സ് വിഷമിച്ചു. നമ്മുടെ ദുര്യോധന് മാത്രം സഹിക്കാൻ പറ്റിയില്ല. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ ചതുസ്സപ്തതിതമോധ്യായ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഏവം യുധിഷ്ഠിരോ രാജ ജരാസന്ധവധം വിഭോ കൃഷ്ണസ്യ ജാനുഭാവന്തം ശ്രുത്വാ പ്രീതസ്തമബ്രവീത്. മഹാരാജാവായ യുധിഷ്ഠിരൻ എല്ലാം ചെയ്യാൻ സമർത്ഥനായ കൃഷ്ണൻ പ്രദർശിപ്പിച്ച അപ്രഭാവത്തെയും ഭീമസേനെ കൊണ്ട് ജരാസന്ധനെ വധിപ്പിച്ചതിനെയും കേട്ട് പരമസന്തുഷ്ടനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. യേസ്യുസ്ത്രൈലോക്യ ഗുരവ സർവേ ലോകമഹേശ്വര വഹന്തി ദുർലഭം ലബ്ധ്വാ ശിരസേവാനുശാസനം. യുധിഷ്ഠിര മഹാരാജാവ് പറയണം, ഹേ ഭഗവൻ, ത്രിലോക നിവാസികളാലും പൂജിക്കപ്പെടുവാൻ യോഗ്യന്മാരായ സനകാദിപൂർവ ഗുരുക്കന്മാരും ഇന്ദ്രാദികളായ അഷ്ടദിക്പാലകന്മാരും തിരുവടിയുടെ ദുർലഭമായ ആജ്ഞ ഭാഗ്യത്താൽ ലഭിക്കാനിട വരുമ്പോൾ അവരെല്ലാവരും അത് ശിരസ്സുകൊണ്ട് തന്നെ വഹിക്കുന്നു. എല്ലാവരും ഭഗവാനെ അവിടുത്തെ ആജ്ഞ ശിരസാ വഹിക്കുന്നു. സഭവാനരവിന്ദാക്ഷോ ദീനാനാമീശമാനിനാം ധത്തേനുശാസനം ഭൂമൻ തദത്യന്ത വിഡംബനം. ദർശനമാത്രത്താൽ ഭക്തന്മാരുടെ സന്താപങ്ങൾ നശിപ്പിക്കുന്ന മനോഹരമായ പത്മങ്ങളോടുകൂടിയ അവിടുന്ന് എല്ലായ്പ്പോഴും ക്ലേശിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും
രാജാക്കന്മാരെന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശാസനം അംഗീകരിക്കുന്നു എന്നുള്ള സംഗതി ഇതൊരു അത്ഭുതം തന്നെയാണ്. അവിടുത്തെ കാരുണ്യം, അല്ലാതെ എന്താ പറയാന്ന് പറയുന്നത് യുധിഷ്ഠിരൻ. നഹേകസ്യാദ്വിതീയസ്യ ബ്രഹ്മണ പരമാത്മന കർമ്മവിർവർദ്ധതേ തേജോ ഹ്രസതേജ യഥാരവേ. പക്ഷേ പരിപൂർണനായ നിന്തിരുവടിക്ക് ഒന്നുകൊണ്ടും വൃദ്ധിക്ഷയങ്ങളിൽ ഇല്ലാത്തതിനാൽ ലോകാനുഗ്രഹത്തിനായി ചെയ്യുന്നതെല്ലാം ശോഭനം തന്നെയെന്ന് ന കർമ്മണാ വർദ്ധതേ നോ കനീയാൻ എന്നുള്ള ആ ശ്രുതിസാരം പറഞ്ഞിട്ട് സമാധാനിക്കുകയാണ് യുധിഷ്ഠിര മഹാരാജാവ്. അങ്ങയുടെ ഏതൊരു പ്രവൃത്തിക്കും കാരുണ്യം മാത്രം കാരണമായിരിക്കുന്നതല്ലാതെ അങ്ങ് ആരെയും ശാസിക്കുന്നില്ല, ആരുടെയും ശാസനയെ സ്വീകരിക്കുന്നതും ഇല്ല. അങ്ങയുടെ മായയാൽ മറ്റുള്ളവർക്ക് കർമ്മവാൻ എന്ന പോലെ അങ്ങയെക്കുറിച്ച് തോന്നുന്നു എന്ന് മാത്രം. ഈ കാണപ്പെടുന്ന സകലവും അവിടുന്ന് ഏകനാകുന്നു. അങ്ങയെ കൂടാതെ രണ്ടാമതൊരു വസ്തു ഇല്ല. അതുകൊണ്ട് നിന്തിരുവടിയോട് സാദൃശ്യപ്പെടുത്താനോ അധികമായിട്ട് കാണിക്കാനോ ഒരു വസ്തു വേറെ ഇല്ല. എല്ലാമായി വിളങ്ങുന്ന ബ്രഹ്മസ്വരൂപനായ നിന്തിരുവടി ജീവാത്മാക്കളുടെ നിയന്താവായ ഈശ്വരനാകുന്നു. അങ്ങനെയിരിക്കെ മറ്റൊരുത്തന്റെ ആജ്ഞ അനുസരിക്കുന്നു എന്നത് ഒട്ടും വാസ്തവമല്ല. എന്നാൽ ആജ്ഞാപനം കൊണ്ടും ആജ്ഞ കേൾക്കുന്നത് കൊണ്ടും അങ്ങയുടെ വൈഭവത്തിന് വൃത്തിയോ ക്ഷയോ ഒന്നും ഭവിക്കുന്നില്ല. ഉദയാസ്തമയങ്ങൾ കൊണ്ട് സൂര്യന്റെ തേജസ്സിന് വൃദ്ധിക്ഷയങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നത് പോലെ അവിടുത്തെ അനുഭാവം എപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കണം. സൂര്യൻ ഉദിച്ചു അസ്തമിച്ചു എന്ന് ജനദൃഷ്ട്യാ തോന്നുന്നതല്ലാതെ യഥാർത്ഥത്തില് ഉദയാസ്തമയങ്ങളൊന്നും ഇല്ല. അതാണ് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞതിന്റെ സാരം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.